ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. പിന്നെ വൈകുന്നേരം അസംസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും മനസ്സെല്ലാം റിഫ്രഷ് ചെയ്തിട്ട് ഇറയത്ത് ഇങ്ങനെ ഇരിക്കലായിരുന്നു. വൈകുന്നേരം ഇറയത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല കാറ്റും ഉണ്ടാവും. പിള്ളേർ കളിക്കുന്നതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറേ ടൈം അങ്ങനെ ഇരുന്ന് പിന്നെ ചായയുടെ ടൈം ആയതുകൊണ്ട് ചായ വെക്കാൻ കരുതിയിട്ട് ഉള്ളിലേക്ക് പോയാൽ അന്നേരം ഉണ്ട് അനിയത്തി മണി പ്ലാന്റ്സൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിലാക്കി വെക്കുന്നത്. ഓക്ക് അങ്ങനത്തെ ചെടികളെ പ്രാന്തെല്ലാം ഉണ്ട്, എനിക്ക് അങ്ങനെ വലുതായിട്ടില്ല. പിന്നെ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ കട്ടൻ ചായ എന്നിട്ട് എന്നെ വെച്ചിന് ഇപ്പം പാലോ ചായയും കട്ടൻ ചായയും അങ്ങനെ മാറി മാറി ആക്കലുണ്ട്. പിന്നെ ചായ എത്ര ഒഴിവാക്കാൻ നോക്കിയാലും ചായ ഒഴിവാക്കാൻ പറ്റൂലേ, ചായ വീക്ക്നെസ് കുറച്ച് കൂടുതലാണ്. അപ്പം ഉമ്മയുണ്ട് കടിക്കുള്ള മാവാടെ കുഴക്കുന്നുണ്ട്. മൗലൂദല്ലേ, അതുകൊണ്ട് പിന്നെ പള്ളിയിലേക്ക് ചായയും കടിയും കൊടുക്കണേ. പിന്നെ ചായ തിളച്ച് വന്നേരം ഞാൻ പൊടിയിട്ടിട്ട് ചായ ആക്കിയിട്ട് ഞാൻ കുടിക്കാനിരുന്നേ. കടിയാവാനൊന്നും കാത്തു നിന്നിട്ടില്ല കേട്ടോ. കടി പിന്നെ മഗ്‌രിബിൻ്റെ ടൈമിലേക്ക് ഇതാക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അത്ര സമയമൊന്നും എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ചായ കുടിക്കായിരുന്നു. ഉമ്മയാണെങ്കിൽ പഴംപൊരിക്ക് കൂട്ടി വെച്ചായിരുന്നു. നമ്മളിങ്ങനെ മാവ് കൂട്ടി വെച്ചാൽ പഴംപൊരി ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് മുന്നേ കൂട്ടി വെച്ചാൽ ഞാനും അനിയത്തിയും ഓരോരോ വർത്താനെല്ലാം പറഞ്ഞിട്ട് മിച്ചറും കട്ടൻ ചായയും കൂടി കുടിച്ചത്. അത് നല്ല കോമ്പിനേഷനല്ലേ, മിച്ചറും കട്ടൻ ചായയും. പിന്നെ മക്കൾ മുറ്റത്തുനിന്ന് കളി തന്നെയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഉമ്മ വേഗം പഴംപൊരിയെല്ലാം ചുട്ടെടുത്ത് പള്ളിയിലേക്ക് നിബിധനായതുകൊണ്ട് തന്നെ ഓരോ വീട്ടിൽ നിന്ന് കടികൾ കൊടുക്കാൻ വേണ്ടി ഇതാക്കി. അപ്പം നമ്മളാണ് ഇന്നത്തെ പള്ളിയിലേക്ക് ഏറ്റത്. അതുകൊണ്ട് തന്നെ ഉമ്മ പഴംപൊരി ആക്കാമെന്ന് വേഗം പഴം ഉണ്ടായിരുന്നു. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, ആദ്യം കൂട്ടി വെച്ചുകൊണ്ട്. പിന്നെ കുറച്ച് റൊട്ടിയും കൂടി വാട്ടാമെന്ന് പറഞ്ഞിട്ട് അനിയത്തി റൊട്ടി വാട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാക്കുന്നുണ്ട്. പിന്നെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ചായ വെച്ചിന്. ആദ്യമേ ചായയെല്ലാം വെച്ചാൽ ചൂടെല്ലാം പോയിട്ട് രസം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ ചായയെല്ലാം അവിടെ എത്തിച്ച് ഇറയത്ത് വന്നിരുന്ന്. പള്ളി അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് മൗലൂദ് കഴിക്കുന്നത് ഇറയത്തിരുന്ന വൃത്തി കേൾക്കുവേ. അങ്ങനെ മുറ്റത്ത് കൂട്ടി ഇങ്ങനെ കുറച്ച് സമയം നടന്നപ്പോൾ ആകാശം നോക്കുമ്പോൾ നല്ല അരങ്ങുണ്ടായിരുന്നു കാണാൻ. ചായയെല്ലാം ആയി, കൊണ്ടുപോകേണ്ട സമയമായത് ഇപ്പോൾ വിളിച്ചായിരുന്നു ചായ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വേഗം ചായയെല്ലാം റെഡിയാക്കിയിട്ട് കൊടുത്തയക്കാൻ വേണ്ടി നോക്കലാണ്. ഏട്ടത്തിയുടെ മക്കൾ വരും ചായ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവരെല്ലാം കൊണ്ടുപോയി. പിന്നെ ഇറയത്ത് കുറച്ച് സമയം ഇരുന്നു. ഞാൻ വേഗം രാത്രിക്കത്തെ ഫുഡാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയേ. പനിയത്തി പത്തലിടാൻ വേണ്ടി തുടങ്ങിയിരുന്നു. നമ്മളിവിടെ ഒറോട്ടിയില്ലേ, പത്തൽ, നമ്മൾ കണ്ണൂർ പത്തൽ എന്നാണ് കേട്ടോ പറയൽ. ചില ആൾക്കാർ ഒറോട്ടി എന്ന് പറയും. പിന്നെ ഞാൻ ഉമ്മക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി മുറിച്ച് കൊടുക്കാമെന്ന് വെച്ച് ഉമ്മ എന്നിട്ട് കറി വെക്കുക. ഇടയ്ക്ക് നമ്മളും വെക്കും, പക്ഷേ മാക്സിമം എല്ലാം ചെയ്യുന്നത് ഉമ്മ തന്നെയായിരിക്കും. പിന്നെ ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ച് കൊടുത്ത് ഉമ്മ കറി വെക്കാൻ വേണ്ടി നോക്കിയാന്നേ. നമ്മൾ ഈ മുറിച്ചിട്ട കച്ചറ അന്നേരം തന്നെ വൃത്തിയാക്കിയാൽ പിന്നെ അതൊരു പണിയാവില്ല. അല്ല ആടി ഇട്ടിട്ട് പോയാൽ പിന്നെ അത് അവിടെ തന്നെ കിടക്കും, പിന്നെ ഒരു കിച്ചണിൽ നീറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ട് ഉമ്മ വേഗം കറി വെക്കാൻ നിന്ന്. മത്തിക്കറി എന്നിട്ട് വെച്ചിന്. നല്ല ഇണറും മത്തിയല്ലേ ഇപ്പോഴത്തെ ഈ സീസണിൽ നല്ലോണം ഇപ്പം മത്തി കിട്ടുന്നതുകൊണ്ട് ഇണറ് കൂടുതലാണ്. ഇണറ് മീനിൻ്റെ മുട്ട ഇവിടെ ഇണറെന്നാണ് പറയൽ കേട്ടോ. പിന്നെ നല്ല മത്തിക്കറിയും പത്തലും. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു വറക്കാൻ വേണ്ടിയിട്ട്, പൊരിക്കാൻ വേണ്ടി വെച്ചേ. അതിൻ്റെ കൂടെ തന്നെ ഇണറും ഇട്ടായിരുന്നു. അതപ്പം മുളകിട്ട് മിക്സാക്കുമ്പം ഇണറുള്ളതുകൊണ്ട് തന്നെ മീനിൽ ശരിക്കും അങ്ങനെ പിടിക്കാത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് പൊരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊരിച്ചത്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബായ്.